ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് ഈവനിങ്ങിൽ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ബീച്ചിൽ പോവുകയാണ് ഞങ്ങൾ. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞതാ ഇവിടെ നിൽക്കുന്ന ചെമ്പരത്തി പൂ അങ്ങ് പിച്ചിക്കൊണ്ട് കൊടുക്കാൻ. അങ്ങനെ ഞാൻ ആ പൂ പിച്ചാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്, കാണിക്കാം. കണ്ട, ഈ ചെമ്പരത്തിയിൽ നിറച്ച് അടുക്ക് ചെമ്പരത്തി പൂവാ പിടിച്ചിരിക്കുന്നത്. കണ്ട എന്ത് രസമാണെന്ന് നോക്കിയാണ്. എല്ലാം നല്ല ഇഷ്ടം പോലെ പൂ പിടിക്കുന്നുണ്ട്, മഴ സമയമാണെങ്കിലും. അപ്പോൾ ഞാൻ ഇതെല്ലാം പിച്ചിക്കൊണ്ട് പോവുക. ഇത് കൊണ്ട് വെച്ചിട്ട് വേണം പോകാൻ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ തുമ്പറ എന്ന് പറയുന്ന സ്ഥലത്തു കൂടിയാണ് യാത്ര പുറപ്പെട്ടത്. ഈ സ്ഥലം ആരും ഇതുവരെയും കണ്ടിട്ടില്ല. എല്ലാവരും ഈ സ്ഥലം വാച്ച് ചെയ്യണം. ഈ ഇടുങ്ങിയ റോഡിലൂടെയുള്ള യാത്ര വളരെ തിരക്ക് കുറഞ്ഞതാണ്. നമുക്ക് വളരെ സ്മൂത്തായിട്ടങ്ങ് പോകാൻ പറ്റും. ഈ തുമ്പറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രവും അതുപോലെ തന്നെ തുമ്പറ സ്കൂളുമുണ്ട്. ഇതിൻ്റെ ഇടത് സൈഡിലായിട്ട് സ്കൂളും അതുപോലെ തന്നെ വലത് സൈഡിലായിട്ട് അമ്പലവും സ്ഥിതി ചെയ്യുന്നു. ഉടനെ തന്നെ അത് കാണാം. നല്ല ഒരു ശാന്ത സമാധാനപരമായിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. താണ്ട ഈ വലത് സൈഡിലെ അമ്പലം എല്ലാ കൂട്ടുകാരും കണ്ട തുമ്പറ അമ്പലമാണ്. ഇത് തുമ്പറ സ്കൂളാണ്. എല്ലാവരും കണ്ടല്ല. ഇനി അടുത്തതായിട്ട് തുമ്പറ മാർക്കറ്റാണ്. അത് ഈ റോഡിനോട് സമീപത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ എല്ലാ സാധനങ്ങളും രാവിലെയാണ് ചന്ത കൂടുന്നത്. ഇപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാ കടകളും അവധിയാണ്. ഇനി നമ്മളിത് നേരെ അങ്ങ് ചെല്ലുന്നത് കാങ്കത്ത് മുക്കിലാണ്. അവിടെയാണ് നമ്മുടെ കൊല്ലം തോടിൻ്റെ മുകളിലൂടെയുള്ള പാലം. പാലം കടന്ന് ഇടത് സൈഡിലൂടെ പോയാൽ അങ്ങ് മുണ്ടയ്ക്കൽ പാപനാശം കടപ്പുറത്ത് ചെല്ലും. അതിൻ്റെ ഇടത്തോട്ട് പോയാൽ തോടിൻ്റെ സൈഡിലൂടെയുള്ള വഴിയായിരിക്കും. ഇതാണ് ഇടത് സൈഡിൽ ഈ കാണുന്നത്, വലത് സൈഡിൽ കാണുന്നതുമാണ് തോട്. ഇവിടെ ഒരു ഇടുങ്ങിയ ഒരു പാലമാണ്. ഇതിലൂടെ ചില സമയങ്ങളിലൊക്കെ നല്ല ട്രാഫിക് ആയിരിക്കും. ഇതാണ് കൊല്ലം തോട്. കൊല്ലം തോടിൻ്റെ സൈഡിലുള്ള ആളുകളെയെല്ലാം ഇപ്പോൾ വേറെ പുനരധിവസിപ്പിച്ചിരിക്കുകയാണ്, ഫ്ലാറ്റൊക്കെ കെട്ടി. ഇതാണ് മുണ്ടയ്ക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം. ഈ ക്ഷേത്രം ഇതിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ തെക്കോട്ട് യാത്ര ചെയ്യുമ്പോഴാണ് ബീച്ചിലെത്തുന്നത്. ഈ റോഡ് അത്ര റെഡിയല്ല, കാരണം ഇവിടെ എല്ലാം കുണ്ടും കുഴിയും എല്ലാം ഉണ്ട്. സൂക്ഷിച്ച് പോകണം. റോഡിന് വീതി കുറവാണ്. വലത് സൈഡിൽ കൊല്ലം തോടാണ്. തോട് ഇടയ്ക്കുള്ള സമയത്തെല്ലാം വൃത്തിയാക്കുകയും പിന്നെയും അത് വൃത്തികേടാവുകയും ചെയ്യുന്ന അവിടുത്തെ സമീപ പ്രദേശങ്ങളിലുള്ള ഈ സൈഡിലുള്ള വലത് സൈഡിലുള്ള ആളുകളെയാണ് വേറെ താമസിപ്പിച്ചിരിക്കുന്നത്. അവിടെ ഒട്ടും സ്ഥലമില്ല, അതാണ് കാരണം. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു പോകുമ്പോൾ അങ്ങ് ചെന്ന് കയറുന്നത് തന്നെയാണ് ബീച്ച്. അവിടെ ബസ്സും എല്ലാം ഇട്ട് തിരിക്കുന്ന ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ കടന്ന് ചെല്ലുന്നത്. അതുകൊണ്ട് ബസ് കിടക്കുന്ന കണ്ട, എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളും ഇവിടെ കൊണ്ടിട്ട് തിരിച്ച് ഇവിടെ ഇട്ട് ആളിനെ ഇറക്കിയിട്ടാണ് വണ്ടി ഒതുക്കുന്നത്. ഇതിൻ്റെ പാർക്കിങ്ങിൻ്റെ ഒരു സ്ഥലമാണ്. ഇനി അങ്ങ് നേരെ അങ്ങ് പോയി നമുക്ക് പാർക്ക് ചെയ്യാം. ഇവിടെയാണ് കൂടുതൽ വണ്ടികളും പാർക്ക് ചെയ്യുന്നത്. വണ്ടി പാർക്ക് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ ഈ പ്രതിമയുടെയൊക്കെ പടമെടുത്തു. ഇവിടെ ഒരു ഗാനമേള നടക്കുന്നുണ്ട്. ഒരു കിഡ്നി അസുഖമുള്ള ഒരു പയ്യന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടുന്ന ഫണ്ട് കണ്ടെത്തുന്നതിനായിട്ട് ഇവിടെ ദാണ്ട ഒരു ബക്കറ്റിൽ പിരിവ് നടത്തുന്നു. എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചു. ഒരു പാട്ട് ഞാൻ അവിടെ നിന്ന് കേട്ടു. അവിടുത്തെ കച്ചവടങ്ങൾ കണ്ടു. എല്ലാ കച്ചവടങ്ങളും ഇവിടെ ഉണ്ട്. ദാണ്ട പോപ്കോൺ അത് കണ്ട, പിന്നെ അതുപോലെ തന്നെ ജ്യൂസുകൾ കണ്ട. ഇതാണ് ഗാനമേള നടത്തുന്ന ആൾ. ഇപ്പുറത്തായിട്ടാണ് 2-3 ആണുങ്ങൾ നിന്ന് പിരിക്കുന്നത്. വേണ്ട, ഇത് പലതരത്തിലുള്ള ജ്യൂസ് അടിക്കാനുള്ള ഒരു കടയാണ്. എല്ലാ ഐറ്റംസും ഉണ്ട്. പോപ്കോൺ കണ്ട, അന്നേരം പോപ്കോൺ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ബീച്ചിനകത്ത് അങ്ങോട്ട് ചെല്ലുകയാണ്. ഞാൻ ഇന്ന് നേരത്തെ പോയത്. സാധാരണ എന്ന് 6:30 ആകുമ്പോഴാണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ കഷ്ടമായി പോയിട്ട് ഒരുപാട് സമയം അവിടെ എല്ലാം കറങ്ങി നടന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയതായി. ഈ അപ്പൂപ്പൻ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ സ്പോട്ടിൽ വീഡിയോ എടുത്തില്ല.
നല്ലൊരു കാഴ്ചയായിരുന്നു. കൈനോട്ടക്കാരനാണ്. മുകളിലെല്ലാം പട്ടം പറത്തുന്നതിൻ്റെ തിരക്കുണ്ട്. എല്ലാവരും ആൺപിള്ളേരും അതുപോലെ തന്നെ കൊച്ചു പിള്ളേരും എല്ലാം പട്ടം പറത്തുന്നതിൻ്റെ തിരക്കില്ല. നല്ല കാറ്റുണ്ടായിരുന്നു. ഐസ്ക്രീം വേണമെങ്കിൽ കുടിക്കാം. ഇതിൻ്റെ തൊട്ടടുത്തിരുന്നാണ് ഒരച്ഛൻ ഐസ്ക്രീം കുടിച്ചത്. ഈ സംഭവം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. പാനിപൂരി ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്രാവശ്യം പോയപ്പോൾ കപ്പലണ്ടിയും ഈ സാധനവുമാണ് കഴിച്ചത്. വെജിറ്റബിളിൻ്റെതും കടലയും കൂടെ ചേർന്ന് സോസൊക്കെ ഒഴിച്ച നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. ഇദ്ദേഹത്തിൻ്റെ ഇളക്ക് കണ്ട് ഇഷ്ടപ്പെട്ട ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചത്. പല സ്ഥലത്ത് ഇത് വിൽക്കുന്നുണ്ട്. ഞായറാഴ്ച ആകുമ്പോൾ ഒരുപാട് പേര് ഇത് കച്ചവടത്തിന് ഇറങ്ങും. ഇതാണ് കുലുക്കിയുടേത്. നല്ല ജ്യൂസ് കിട്ടും. പക്ഷേ ഞാൻ ജ്യൂസ് കുടിച്ചില്ല. മറ്റേ സാധനം മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ ഇവിടെ ദാണ്ട ഈ പൊരിപ്പാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ കമ്പിനകത്ത് കൊരുത്ത പൊരിപ്പ് വാങ്ങിച്ച് ഫാമിലികളെല്ലാം ഇരുന്ന് കഴിക്കുന്നു. ഇത്രയായി ഇതൊരുപാട് നിറഞ്ഞിരുന്ന സാധനമാണ്. ഇത് കോളിഫ്ലവറാണ്, അതിൻ്റെ ഫ്രൈ. ഈ എല്ലാ സാധനങ്ങളും ഈ പറഞ്ഞിരിക്കുന്ന മുളക് ബജി എല്ലാം ഇവിടെ ഉണ്ട്. ഈ മുളക് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന കാണാൻ തന്നെ ഒരു ചന്തമാണ്. ഞാൻ അതിൻ്റെ മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തു. ഒരു കൊച്ചു മോൻ ദാ ഇവിടെ ഇരുന്ന് മണ്ണ് തുരക്കുന്നു. മിക്ക കുട്ടികളുടെയും പ്രധാന ഹോബി ഇവിടെ വന്ന് മണ്ണ് തുരക്കലാണ്. ബീച്ച് കണ്ട നല്ല രൗദ്രമായിട്ട് കിടക്കുകയാണ്. കരയോടടുത്ത് വന്ന് കിടക്കുകയാണ് കടൽ. ഇത് കണ്ട അതിൻ്റെ തിരയെല്ലാം കണ്ട് ഞാനിങ്ങനെ ആസ്വദിക്കുകയാണ്. ഒരുപാട് സമയം അത് നോക്കി നിൽക്കാൻ നല്ല രസമാണ്. 10 രൂപയുടെ കപ്പലണ്ടി കുറിക്കുക, കടൽ കാണുക. ഇതാണ് നമുക്കുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ബീച്ചിൽ പോയാൽ. കപ്പലണ്ടി കുറിച്ചില്ലെങ്കിൽ ഒരു സുഖവും കിട്ടത്തില്ല. അതുകൊണ്ട് സൂര്യാസ്തമയ സമയം കൂടായി. നല്ല ഒരു കാഴ്ചയാണ്. ഒരു വെയിലുമൊക്കെ ഉണ്ട്. നല്ല ഒരു സുഖം ഈ കാറ്റടിക്കുകയും കൂടെ ചെയ്യുന്നത് കൊണ്ട്. അങ്ങനെ ദാണ്ട കടലിൻ്റെ ഫോട്ടോ. ഇവിടെ എല്ലാം നിറച്ച ആളുകളാണ്. എന്ന് വെച്ചാൽ കിലോമീറ്ററോളം കണക്കിന് ഭാഗം ബീച്ചിന് വേണ്ടി ജനങ്ങൾ അതിൻ്റെ സമീപത്ത് നിൽക്കുകയാണ്. അത്രയ്ക്ക് സ്പേസ് ഉണ്ട്. ഇവിടെ എല്ലാം കുതിര എടുക്കാനുള്ള ആളാണ് ഉള്ളത്. കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന കുട്ടികളുമുണ്ട്. അതിൻ്റെ കുതിരയുടെ പുറത്തിരുന്നും കൊണ്ട് അച്ഛ അമ്മ എന്നൊക്കെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. പേടിയുണ്ട് കുട്ടികൾക്ക്. ഞാൻ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വീഡിയോ എടുപ്പായിരുന്നു. എല്ലാവരെയും ഫേസ് ടു ഫേസ് കിട്ടണ്ട, അല്ലാതെ ഒരു കോമൺ ആയിട്ട് ഇത്രയും പേരൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു വീഡിയോയാണിത്. അങ്ങനെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കപ്പലണ്ടി കുറിക്കുന്നു, ഐസ്ക്രീം കഴിക്കുന്നു, കൂട്ടുകാരെല്ലാം റൗണ്ട് ഇരിക്കുന്നു. ഫാമിലി താണ്ട ഈ മക്കളാണ് കുതിരപ്പുറത്ത് കയറിയത്. കൊച്ചു മക്കൾ. ഇനിയും പിള്ളേർ കയറുന്നുണ്ട്. ആ പാവം കുതിര നിൽക്കുന്നുണ്ട്. ഒരു റൗണ്ട് അവിടെ എല്ലാം കൊണ്ട് നടന്ന് കാണിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ടാറ്റ.